അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ തീയതി അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സമയം മാത്രമേ നമുക്ക് ഇനി ഒരു എക്സാമിനേക്കുള്ള ആ ഒരു ടൈം, ചെറിയൊരു ടൈം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ചെയ്തപ്പോൾ അതിൽ OMR ഷീറ്റിൻ്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണം. OMRൻ്റെ ഡിസ്കഷൻ എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളതിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഫില്ല് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മളതിൽ പറയുന്നുണ്ട് അല്ലേ. അത് കാണാത്തവരുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ സൂചിപ്പിച്ചു ചെറിയൊരു ഫുഡ് പോയിസൺ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റായി പോയതാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നിലധികം ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ എക്സാം ഹാളിൽ എത്തി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സാമിന് പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് നിർബന്ധമായി നമ്മുടെ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഉണ്ട് എന്ന് ഉറപ്പിക്കുക. നാളെ നിങ്ങൾ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ബാഗോ അല്ല മറ്റൊന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും പോവുക. ഉറപ്പായിട്ടും അതിൽ എന്താണ് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ഓക്കെ, അത് നമ്മൾ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഹോൾ ടിക്കറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം. പിന്നെ ഒരു പേന, നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 പേന നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കണം. അത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജെല്ല് പേന ഉപയോഗിക്കാൻ പാടില്ല. 2 ഫൗണ്ടൈൻ പേനകൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇങ്കൊക്കെ ഫില്ല് ചെയ്യുന്ന പേനയില്ലേ, അതിന് പകരം നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലായിട്ടുള്ള ബോൾ പോയിന്റ് പേന വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, പെൻസിലോ മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സാം ഹോളിലേക്ക് എടുക്കാൻ പാടില്ല, ഒന്നും അലോ ചെയ്യുന്നില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്മൾ പറഞ്ഞു ID പ്രൂഫാണ്, ID കാർഡ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ID പ്രൂഫ് കൊടുത്തിട്ടുണ്ടാവും. അതന്നെ എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ID പ്രൂഫ്, ഫോട്ടോ ഉള്ള ID പ്രൂഫിനെ എടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാർട്ടിങ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം എക്സാം നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പേടിച്ചിട്ടായിരിക്കണം. എല്ലാവരും കാര്യമില്ല പറയുന്നത്, എന്നാലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേടി എന്തായാലും ഉണ്ടാകും. കാരണം നമുക്ക് ഇത്തവണ കിട്ടിയേ പറ്റുമോ, അല്ലെങ്കിൽ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പോകുന്നവരുണ്ടാവും. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പേടികളാണ് ഉണ്ടാവുക. അപ്പോൾ ആ പേടികളോട് കൂടിയിട്ട് നമ്മൾ എക്സാമിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേടിയെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചധികം നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ദൂരം സെൻറ്ററൊക്കെ ചിലപ്പോൾ ദൂരം കിട്ടിയവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് സമയം ബസ്സിലൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയായാലും നമ്മുടെ എക്സാം ഹോള്, നമ്മുടെ എക്സാം സെൻറ്റർ, അത് ഏതാണോ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നിങ്ങളൊരു അരമണിക്കൂർ മുന്നെയെങ്കിലും, അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ടൈമിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. കാരണം അതിന് ഒരു കാര്യമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ അരമണിക്കൂർ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. അല്ലാതെ നമ്മൾ തിരക്ക് പിടിച്ച് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആകെ നമ്മൾ നെർവസായി മാറും. അപ്പോൾ നമുക്ക് പേടിക്കും. ആ ഒരു പ്രശ്നം നമ്മളെ പിന്നീട് അങ്ങോട്ടുള്ള ഓൾ എക്സാം ടൈമിനെ നമുക്കത് ബാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. 2, കുറച്ചധികം നേരത്തെ ഇറങ്ങണമെന്ന് പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഓക്കെ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് തന്നെ ആവണമെന്നില്ല, നമ്മൾ പോകുന്ന വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റോഡിലോ മറ്റെന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരാം. ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ നമ്മളവിടെ എത്തിയാലും ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് നഷ്ടപ്പെടും. അത് നമുക്കൊരു ബുദ്ധിമുട്ടായേക്കാം പിന്നീട്. അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിലുള്ള ടൈം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, പലതരത്തിലും പേടിയുള്ളവരാണ് അല്ലേ. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി തന്നെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എത്രത്തോളം നേരത്തെ എത്തുന്നു അത്രത്തോളം മൈൻഡ് ഫ്രീ ആവുന്നു. ആ മൈൻഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പകുതി വരെ നമ്മൾ എന്താ ഒരു ഹാപ്പിനെസ് ആയി മാറും. നമുക്ക് എക്സാം നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം എന്താണ്, നമ്മുടെ എക്സാമിൻ്റെ ടൈം 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ പ്ലസ് ഒരു അരമണിക്കൂറോളം നമ്മൾ എക്സാം ഹോളിൽ അഡീഷണൽ ഉണ്ടാവും. കാരണം നമ്മൾ OMR ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ടൈമുണ്ട്. അപ്പോൾ ഏകദേശം കുറഞ്ഞതൊരു 3 മണിക്കൂർ സമയം നമ്മുടെ എക്സാം ഹോളിൽ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ എക്സാം എഴുതുന്നവരായാലും ഉച്ചയ്ക്ക് എഴുതുന്നവരായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചെറിയ ലൈറ്റായിട്ടെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾ തിരക്കൊക്കെ പിടിച്ച് ഒന്നും കഴിക്കാതെയൊക്കെ പോകും. പിന്നീട് നമുക്കൊരു വിശപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കത് നമ്മുടെ തലവേദനയോ മറ്റെന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വരും. നമ്മളത് പിന്നീട് ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, മിക്ക ചോദ്യങ്ങൾ നമുക്ക് 1-2 തവണ വായിച്ച് ചിന്തിച്ച് ആൻസറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ തിങ്കിങ് പ്രോസസ്സിന് അത് ബാധിക്കും. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കും.
ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ കറക്റ്റ് ടൈം ഓൺ ടൈമാണ് എക്സാം സെൻറ്ററിൽ എത്തി. പോകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ നിങ്ങളെ പോലെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ പലതരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാണും. അതായത് കൂടുതലും പഠിക്കുന്ന ആളുകളേക്ക് കാണുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് ഇത് എക്സാം കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുമോ, കട്ട് ഓഫ് മറികടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല ചിന്ത ആ ഒരു ടൈമിൽ നിങ്ങൾ കടന്നു വരും. അപ്പോൾ ശ്രദ്ധിക്കുക, അവർ പഠിക്കുന്നവർ പഠിച്ചോട്ടെ, നമ്മളെല്ലാം പഠിച്ചോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈമിലേക്ക് പോവുക. നിങ്ങൾ അവിടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ അടുത്ത സെഷൻ എന്താണ്, അടുത്ത പണി എന്താണ്, നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അല്ലേ. എവിടെയാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ ചെയ്ത് അതിനനുസരിച്ച് പോവുക. എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം, ഫൈനലായിട്ട് വേണം കുറച്ച് കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ച് നോക്കാം. അതന്നെ നോക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിട്ട് കാമായിട്ട് അവിടെ പോയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കറിയാലോ ടൈമിൽ എത്രയാണോ ടൈമാണെന്ന് വെച്ചാൽ ടൈം ഒരു അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തും. എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഹാൾ ടിക്കറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ്, നമുക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഡിവൈസും അവിടെ അലോ ചെയ്യുന്നില്ല. അതായത് മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ പോലുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാച്ചിൻ്റെ കാര്യം, നമ്മുടെ വാച്ചിനെ കുറിച്ച് ഒരിക്കലും നമ്മുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്മാർട്ട് വാച്ച് നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത്, സ്മാർട്ട് വാച്ച് അലോ ചെയ്യില്ല. ഓക്കെ, പക്ഷേ നമ്മൾ സാധാരണ ഡിജിറ്റൽ വാച്ച് അല്ലെങ്കിൽ അനലോഗ് വാച്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വാച്ചിന് റെസ്ട്രിക്ഷൻ പരീക്ഷാ ഭവൻ പറഞ്ഞിട്ടില്ല, പക്ഷേ മിക്ക സെൻറ്ററുകളിലും അത് റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അവർ പറയും അത് പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കേണ്ട, നിങ്ങളോട് പറയുകയാണെങ്കിൽ മാത്രം അത് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ ചില സെൻറ്ററിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സുകളിൽ തന്നെ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെയുള്ള ഇൻവിജിലേറ്ററിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണമെന്ന് പറയും. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞു, അതൊക്കെ ചെയ്തു തരും. കാരണം ടൈമാണ് നമ്മൾ ഏറ്റവും അവിടെ വരുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ ടൈമാണ്. അപ്പോൾ 2.5 മണിക്കൂറാണെങ്കിലും ആ ഒരു ടൈമിനനുസരിച്ചാണ് നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണേൽ തേടാവുന്നതാണ്. ഓക്കെ, പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തി, ഇൻവിജിലേറ്ററും കാര്യങ്ങളൊക്കെ വന്നു, എല്ലാവരും വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ തരുന്നത് OMR ഷീറ്റാണ്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള OMR ഷീറ്റാണ് തരിക. ആ OMR ഷീറ്റ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പോയിട്ട് കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ OMR ഷീറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിരക്ക് പിടിക്കാതെ പേടിയൊക്കെ ഒഴിവാക്കിയിട്ട് മൈൻഡ് ഫ്രീ ആക്കി കാമായിട്ട് എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. ഓക്കെ, കാരണം എന്തിനാണ് അങ്ങനെ പറയുന്നത് വിചാരിച്ചാൽ, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള നെർവസൊക്കെ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എക്സാം എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ട് ഈ പറഞ്ഞ OMR ഫില്ല് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മുടെ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറൊക്കെ അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ആ നമ്പറൊക്കെ മാറിപ്പോവും. അല്ല, നിങ്ങൾ എഴുതിയ നമ്പർ ഒന്നായിരിക്കും, നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ സമയത്ത് നമ്പർ മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എഴുതുന്നത് OMR ബൈ ചാൻസ് മിസ്റ്റേക്ക് പറ്റിയാൽ അല്ലെങ്കിൽ തെറ്റിയാൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറർ വന്നാൽ ഒരു നമ്പർ ഡിജിറ്റ് മാറിപ്പോയാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. കാരണം OMR ആണ്, മെഷീൻ റീഡ് ചെയ്യുന്നതാണ്. അതിന് ബബിൾ ചെയ്യുന്നത് മാത്രമേ റീഡ് ചെയ്യൂ. നമ്മൾ ബബിൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. ഓക്കെ, അവിടെ യാതൊരു തരത്തിലുള്ള പേടിയും അതിന് വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് തരുന്ന പിന്നെ OMR ഷീറ്റിലത്തെ ആൽഫ കോഡുണ്ട്, ഒരു ABCD പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് 4 കോഡിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കിട്ടുക. അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. അത് നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. അതിലൊന്നും യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. എന്നാലും ഒന്ന് പറയാണ്, കാരണം പറയാനുള്ള കാര്യമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പിന്നീട്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ശ്രദ്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം നോക്കുക. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. എല്ലാം എഴുതി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എല്ലാം ചെയ്യുക. എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുക, കാരണം നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവില്ല, അത്രത്തോളം പ്രോ അല്ല. പക്ഷേ നിങ്ങൾ കൂടി ഇരിക്കുന്നവരല്ല, നിങ്ങളുടെ ഹോളിലെ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞു പറഞ്ഞൊക്കെ കളിക്കുന്നത് കാണും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അവർക്ക് നേരത്തെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള സ്പീഡും ചെയ്യാനോ ഒന്നും പോകണ്ട, മെല്ലെ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ നിങ്ങൾ ID പ്രൂഫും കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷനൊക്കെ അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറും ബുക്ക്ലെറ്റ് വരും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാർട്ട് 1ൻ്റെയാണ് വരിക. അതിൽ ഒരു ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ടോപ്പിൽ കാണും. ഞാൻ OMR പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ബുക്ക്ലെറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ OMRൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അതൊക്കെ കൃത്യമായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, കാമായിട്ട് അവിടെ ഇരിക്കുക. നമ്മുടെ ടൈം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബെല്ല് വരും. ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പൊളിച്ചുകൊണ്ട് മറിച്ച് നോക്കി കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കുക. അത് ഞാൻ പറയാൻ കാരണം, ചില ആളുകൾ ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യം നോക്കിയ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ, അപ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും അറിയില്ല, ആകെ മൊത്തം വീണ്ടും നിങ്ങൾ ടെൻസ്ഡ് ആവും, നിങ്ങൾ സ്ട്രെസ് ആവും, പിന്നെ എന്താവും, നിങ്ങൾക്ക് പേടി വീണ്ടും വീണ്ടും കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ അറിയുന്നത് പോലും നിങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അറിയാത്തതുകൊണ്ടല്ല, ആ സമയത്ത് പേടിച്ച് നിങ്ങൾ കൃത്യമായിട്ട് തിങ്കിങ് പ്രോസസ്സ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട. ബെല്ലടിച്ച് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. പിന്നെ
ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞ പോലെ തന്നെയാണ് OMR പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ഓപ്ഷൻ വായിക്കുക, ആൻസറിലേക്ക് മാർക്ക് ചെയ്യുക, നേരെ പോയിട്ട് ബബിൾ ചെയ്യുക. അല്ലാതെ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനം ബബിൾ ചെയ്യാമെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. അത് നമ്മൾ മണ്ടത്തരായി പോകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് OMRൽ ബബിൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് പോവുക. പിന്നെ ഒരെണ്ണം കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്തത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഏതാണോ അതിൻ്റെ നമ്പർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണോ ആ നമ്പർ ചെക്ക് ചെയ്തിട്ട് വേണം ബബിൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന കിട്ടാത്ത ക്വസ്റ്റ്യനിൽ പോയിട്ട് നമ്പർ മാറിയിട്ടൊക്കെ ബബിൾ ചെയ്യും. അങ്ങനെ ബബിൾ ചെയ്താൽ നമുക്ക് അറിയുന്നതെല്ലാം തെറ്റിപ്പോവും. അതൊക്കെ ഇതിന് മുന്നേയുള്ള എക്സാം കഴിഞ്ഞ ആളുകൾ എക്സാമിന് ശേഷം വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ മിസ്റ്റേക്കാണ് പറ്റിയെന്നുള്ളത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് എഴുതുക. നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ശ്രദ്ധ ഇല്ലായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അശ്രദ്ധ മൂലം നമ്മളൊരു സാധ്യത, ഒരു അവസരം നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞു കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും സ്പീഡിൽ വായിക്കണം. അങ്ങനെ വായിക്കാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 150 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് നമുക്ക്, അല്ലേ? ഈ 150 ക്വസ്റ്റ്യനിൽ 3 പാർട്ടാക്കി ഞാൻ മാറ്റുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് നന്നായി അറിയുന്നത്, ടോപ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലേ? ഷുവറാണ്, അത് നമുക്കറിയാം, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ഡൗട്ടിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് ചെറിയ 1-2 ഓപ്ഷനിൽ ഡൗട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൂന്നാമത് വരുന്നത് നമുക്ക് തീരെ അറിയില്ല, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, 5-10 ക്വസ്റ്റ്യൻസ് അങ്ങനെ തീരെ അറിയാത്ത ഉണ്ടാവുണ്ടെങ്കിൽ തന്നെ. ഓക്കെ, അത് നമുക്കൊന്നും അറിയില്ല, ഷുവറല്ല, നമുക്കറിയില്ല. ഓക്കെ, തീരെ അറിയാത്ത ഒരു ക്വസ്റ്റ്യനാണ്, അറിയാത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏറ്റവും സ്പീഡിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ ബബിൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ 150 ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ചെറിയ സമയത്തിൽ കവർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്തായാലും അതിൽ അറിയുന്നത് മാത്രം പെട്ടെന്ന് ബബിൾ ചെയ്ത് നിങ്ങൾ പോവുക. ഓക്കെ, ബബിൾ ചെയ്ത് പോവുക. അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഡൗട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തൽക്കാലം അവിടെ വെക്കുക. വേണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കുക, നമുക്ക് രണ്ടാമത് വായിച്ച് നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ അറിയുന്നത് കംപ്ലീറ്റ് വേഗം ബബിൾ ചെയ്ത് പോകുക. നല്ല സ്പീഡിൽ ബബിൾ ചെയ്ത് പോകണം. എന്തുകൊണ്ട് തെറ്റിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഏറ്റവും മിനിമം ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു പോകുക. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ 2.5 മണിക്കൂറിൽ ഉള്ള ടൈമിൽ ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ 1.25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 150 ചോദ്യങ്ങളും കവർ ചെയ്യാം. അതായത് അറിയുന്നതൊക്കെ നമ്മൾ പോയിട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞു. പിന്നീടുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഡൗട്ടില്ലത് കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് A ആണോ അല്ലെങ്കിൽ C ആണോ ഒക്കെ ഡൗട്ടില്ലുണ്ട്, അത് സെക്കൻഡ് റൗണ്ട് നിങ്ങൾ വരിക. ഒന്നും കൂടി അങ്ങനെ ഡൗട്ടിലൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ഉറപ്പ് പറയാം, ഷുവറാണ്, നിങ്ങൾക്ക് അതിൽ കുറയാനൊക്കെ എന്തേരം കിട്ടും, എന്തേരം ക്ലിക്കാവും, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ 2 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ടൈപ്പിൽ നമുക്കറിയാം ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ഡൗട്ടില്ലെങ്കിലും കുറച്ചെണ്ണം അവിടെ പെൻഡിങ് വന്നിട്ടുണ്ട്. ആ മൂന്നാമത്തെ റൗണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒന്നും അറിയാത്തതായാലും ഇങ്ങനെ പെൻഡിങ് വെച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ബബിൾ ചെയ്യുക. കാരണം നെഗറ്റീവ് മാർക്ക് നമുക്ക് നിലവിലില്ല. അതിനെക്കുറിച്ച് ഇതുവരെ ചർച്ചയും വന്നിട്ടില്ല, നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് കേട്ടിട്ട്. ഓക്കെ, അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ 150 ചോദ്യങ്ങൾ നിങ്ങൾ ബബിൾ ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്, നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കണം. അത് ഓക്കെ, ഒരെണ്ണം പോലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അങ്ങനെ 150 നിങ്ങൾ ബബിൾ ചെയ്യണമെങ്കിൽ കുറച്ച് സ്പീഡിൽ നിങ്ങൾ വായിച്ച് നോക്കണം. കാരണം 150 ബബിൾ ചെയ്തൊരു ചാൻസാണ്. കാരണം ഇപ്പോൾ ഒരു 30 ചോദ്യം നിങ്ങൾക്ക് ഡൗട്ടും അതുപോലെ തീരെ അറിയാത്തതായിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ബാക്കി 120 ബബിൾ ചെയ്ത് പോയി. ഓക്കെ, നല്ല കാര്യം. ആ 30 കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ബബിൾ ചെയ്യണം. അത് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുക അത് ഇങ്ങനെ നമ്മൾ ചറവറ ബബിൾ ചെയ്തിട്ടൊന്നും കാര്യമുണ്ടെന്നൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും 5 വെച്ചുള്ള സെറ്റാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് ഉണ്ടാവുക, അല്ലേ? 1, 2, 3 ആദ്യത്തെ 5 പിന്നെ 10 ചോദ്യം പിന്നെ 15 അങ്ങനെ 5 സെറ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ശരിയാണെന്നതിൽ ഉറപ്പിച്ച ഒരുപാട് ഓപ്ഷൻസ് ഓൾറെഡി അവിടെ ബബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 30 എന്ത് ചെയ്യുക, അവിടെ ഓരോ സെറ്റ് പോയിട്ട് എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരേപോലെയുള്ള ചറവറ അങ്ങ് ബബിൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ 30 ഉണ്ടെങ്കിൽ ഒരു 6 ഗ്രൂപ്പ് ആക്കുക, അല്ലെങ്കിൽ ഒരു 6, 8, 10 ഗ്രൂപ്പ് ആക്കുക. ഒരു 3 ഒരേ ഓപ്ഷനിൽ കുത്തുക, അടുത്ത 3 വേറെ ഒരേ ഓപ്ഷനിൽ കുത്തുക, അങ്ങനെ കുത്തുക, കറക്കി കുത്താണ്. കാരണം ഒന്നും ചെയ്യാതെ അവിടെ വെക്കുന്നതിൽ നല്ലത് എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്താവും, ഈ 30 അറിയില്ല എന്ന് വെച്ച് ഒഴിവാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-20 മാർക്ക് അവിടെ കിട്ടും. അതായത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ പോലും നമുക്ക് തിരിഞ്ഞു പറഞ്ഞു വരുന്ന ഒരു സാധ്യത ഉണ്ടാകും. അതായത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരും ആ ഒരു സമയത്ത്. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഓപ്ഷൻ മാറാൻ പാടില്ല. ഓക്കെ, ഓപ്ഷൻ മാറാൻ പാടില്ല. പിന്നെ ബബിൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ഒക്കെ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാനുണ്ട്. ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ഒക്കെ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 എന്നൊക്കെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണെന്ന്, അത് തന്നെ മാർക്ക് ചെയ്യണം. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. നിങ്ങൾ എന്താണോ അപ്ലൈ ചെയ്തത് അതേ ചെയ്യാൻ പാടുള്ളൂ. കാറ്റഗറി 2 അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് വേണമെങ്കിൽ അതിൻ്റെ 60 മാർക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ
മാത്സ് പ്ലസ് സയൻസ് അതിൻ്റെ 60 മാർക്ക്. അല്ലാതെ മാത്സും പിന്നെ സോഷ്യലും പോയിട്ടൊന്നും ബബിൾ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ സോഷ്യലിന് മാത്രം, അല്ലെങ്കിൽ മാത്സ് പ്ലസ് സയൻസ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി അവിടെ ബബിൾ ചെയ്യാനുണ്ട്. OMRൽ ഏതാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അത് ബബിൾ ചെയ്തിട്ട് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, എന്നാലേ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല നിങ്ങൾ ഈ സയൻസിൻ്റെ ക്വസ്റ്റനാണ് നിങ്ങൾ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ മാത്സിൻ്റെ ക്വസ്റ്റനാണ് ചൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ബബിൾ ചെയ്യുന്ന യാതൊരു തരത്തിലും മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഓപ്ഷൻ സബ്ജക്റ്റൊക്കെ ഒരുപാട് ആളുകൾ തെറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ മുന്നേ വന്ന മിസ്റ്റേക്കുകളാണ്. OMR ഒരിക്കലും നിങ്ങൾക്ക് മാറ്റിത്തരില്ല. ഒരു പക്ഷേ ചിലപ്പോൾ തന്നേക്കാം, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും, വെരിഫൈ ചെയ്ത് തരില്ല. അപ്പോൾ ഇൻവിജിലേറ്റർ എല്ലാവർക്കും ചെയ്തു തരും. എന്നാലും അശ്രദ്ധ മൂലം ചിലപ്പോൾ അവരും ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് സൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവാം. അത് നിങ്ങൾ നോക്കിയിട്ട് ഉറപ്പിക്കണം. കാരണം ആവശ്യം നമുക്കാണ്, അവർക്കല്ല. അപ്പോൾ അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക, സാർ സൈൻ ചെയ്തിട്ടില്ല, ചെയ്തു തരണമെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നിങ്ങൾ എഴുതിയ സ്ഥലത്തൊക്കെ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും. അത് വലിയൊരു പ്രശ്നമായി മാറും. ഓക്കെ, അത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഓവറല്ലേ എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. അതായത് ഇങ്ങനെയൊക്കെ പറയണം നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടാവും. ശരിയാണ്, ടീച്ചേഴ്സാണ്, നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്. പക്ഷേ പരീക്ഷ ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് അല്ല, കുട്ടികൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കുട്ടികൾ തന്നെയാണ്. പരീക്ഷ ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല സംശയങ്ങളാണ്. നമുക്ക് കുട്ടികളേക്കാൾ സംശയമാണ് അല്ലേ, നമ്മൾ തന്നെയാണ് തെറ്റുകൾ വരുത്തുന്നത്. ചിലപ്പോൾ കുട്ടികൾ സ്മൂത്തായിട്ട് എഴുതി പോകുന്നവരുണ്ടാവും, നമുക്ക് മിസ്റ്റേക്ക് പറ്റും. നമ്മളെ ചില തിരക്കുകളോ അല്ലെങ്കിൽ നമ്മളെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കാരണം, നമ്മുടെ ടെൻഷൻ കാരണം നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ പറ്റും. അതുകൊണ്ട് നമ്മൾ എക്സാം ഹോളിലേക്ക് ടീച്ചേഴ്സ് അല്ല, നമ്മൾ കുട്ടികളാണ് എന്നുള്ള ധാരണയിൽ തന്നെ പോവുക. നമ്മൾ ഓവറായിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല. അമിതമായിട്ടുള്ള ഒരു എന്താണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ പോയി പിന്നെ വീണ്ടും അടുത്ത ഒരു 6-7 മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പല പ്ലാനിങ്ങും അവിടെ പെൻഡിങ് ആയി മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലേക്കും നിങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടാൻ യാതൊരു തരത്തിലുള്ള വഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഓരോരോ ഭാഗം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ, അതായത് ഇംഗ്ലീഷും മലയാളം ഒക്കെ വരുന്ന രീതിയിൽ പറ്റുമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ ആ ഒരു നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. ഓക്കെ, 9037276771 ഈ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സമയത്തിനനുസരിച്ച് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാനൊക്കെ, നമ്മൾ ഇത്രയും കാലം നോക്കിയതല്ല, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് അതിൻ്റെ ലെവലൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വളരെയധികം പിന്നെ ഉപകാരപ്പെടും. അതിപ്പോൾ കാറ്റഗറി 1-2 ആദ്യത്തെ ദിവസം എഴുതുന്നവരായാലും 3-4 രണ്ടാമത്തെ ദിവസം എഴുതുന്നവരായാലും ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലെ പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ടെൻഷനും വേണ്ട, നല്ല മൈൻഡ് ഫ്രീ ആക്കിയിട്ട് എഴുതുക. കിട്ടാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിങ്ങനെ വന്ന് പറയുന്ന പോലെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, നല്ല വൃത്തി ആൻസറിലേക്ക് എത്തുക. ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെയാണ്. ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ബാധിക്കുന്ന ടൈമാണ്. നേരത്തെ എത്താൻ ശ്രദ്ധിക്കുക, ടൈമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, മൈൻഡ് ഫ്രീ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ലേറ്റായി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ നമ്മൾ ലേറ്റായി പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പേടിക്കും. അതിൻ്റെ കൂടെ തന്നെ റൂമൊന്നും കാണാൻ, ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് റൂമൊക്കെ കണ്ടുപിടിക്കൽ കുറച്ച് പണിയായിരിക്കും. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് ഹോൾ ഉണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെക്കാൻ വടക്ക് നടന്ന് നമ്മൾ റൂമിലേക്കൊക്കെ എത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ ടെൻഷൻ ഓവറാക്കും, നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഓക്കെ, അതുകൊണ്ട് അതും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ടൈം നോക്കുക. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുക. ഏറ്റവും കൂടുതൽ നല്ല വൃത്തി, നല്ല സ്പീഡിൽ. ഞാനിപ്പോൾ സമയം പറഞ്ഞു തരാൻ ഒരാളില്ല, അവിടെ ക്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരു പേടിയും വേണ്ട. എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല സ്പീഡിൽ വായിക്കുക, അത്രയേ ഉള്ളൂ. നല്ല സ്പീഡിൽ വായിക്കുക. അല്ലാതെ 1-2 ക്വസ്റ്റ്യൻ നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്ന് ഇപ്പോൾ മാത്സൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലേ അടുത്തേക്ക് പോകും എന്നൊക്കെ ഉറപ്പില്ലവരുണ്ട്, വാശിയുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ചാൽ 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് മൂന്നാമത്തേക്ക് നിങ്ങൾ പോകുമ്പോഴേക്കും എക്സാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. നമ്മൾ ഏറ്റവും സ്പീഡിൽ കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലം അവിടെ വെക്കുക, അടുത്തേക്ക് പോവുക. ഓക്കെ, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ 10 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിന് മുന്നിലുണ്ടാവുക. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥയിലുണ്ടാകാൻ പാടില്ല. എല്ലാ ചോദ്യങ്ങളും എക്സാം ഹോളിൽ തന്നെ വായിക്കാനുള്ള ടൈം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ടീച്ചേഴ്സാണ്, പക്ഷേ എക്സാം ഹോളിൽ നമ്മൾ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിൽ നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. യാതൊരു തരത്തിലെ പേടിയോ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള ടെൻഷൻ്റെയോ ആവശ്യമില്ല. ഷുവറാണ്, എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നമ്മളോട് വന്ന് പറയും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ID നിങ്ങൾക്കറിയാം, അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്. അതിലൊക്കെ പേഴ്സണായിട്ട് മെസ്സേജ് അയക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് ബാക്കി ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം നേരുവാണ്. വിജയാശംസകൾ. ഓക്കെ, വിജയാശംസകൾ നേരുവാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. യാതൊരു തരത്തിലെ പേടിയും വേണ്ട. ഓൾ ദി ബെസ്റ്റ്.